സിറ്റിയുടെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഹരിതാപവും പച്ചപ്പും ഒക്കെ ചേർന്നൊരു മനോഹരമായ ഒരു സ്ഥലത്ത് വീട് വാങ്ങി താമസിക്കുന്ന ഒരു മലയാളിയുടെ ഭവനത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ചേട്ടൻ്റെ ഒരു ഫ്രണ്ടാണ്. ഈ വീട് വാങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് ഞങ്ങളിവിടെ വരുന്നത്. ഈ വീടിൻ്റെ കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഐറിഷ് മല്ലു ഡയറീസിലൂടെ. കമോൺ. വാതിൽ തുറക്കൂ അസീസേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാതിൽ തുറക്കുന്നതാണ് എന്ന് പറഞ്ഞേട്ടോ. നാളായിട്ടുള്ള ഇവർ സ്വന്തമായിട്ട് ഈ വീട് വാങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ഗാർഡൻ്റെ പണികളൊക്കെ പെൻഡിങ് ആണ്. പക്ഷേ ഇത് ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. കാരണം ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡിലുമായിട്ട്. പണ്ടത്തെ കാലത്ത് ഡോർബെല്ലാണിത് കണ്ടോ. വീട്ടിലെ ഗൃഹനാഥനും ഗൃഹനാഥയും 2 കുട്ടികൾ. ഹലോ ചീക്കുട്ടി. ചീക്കുട്ടിയുടെ വീടാണോ? സിറ്റിംഗ് റൂമിൽ നിന്ന് കിച്ചണിലേക്ക് പോകുന്ന ഡോറാണിത്. നമുക്കിവിടെ ഗൃഹനാഥനെയും ഗൃഹനാഥയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. ഹരിയാണ് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യം സൗദിയിൽ നിന്ന് ഐലൻഡിലോട്ട് ആദ്യം വരുന്നത്. നമ്മുടെ SMCയിൽ ആയിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 2 വർഷം സൗദിയിലുണ്ടായിരുന്നു. 2 വർഷം വന്ന ഉടനെ തന്നെ 2 വർഷം കൊണ്ട് പുള്ളി അവിടുന്ന് ഐലൻഡിലോട്ട് ചാടി. അതായത് ഹരിയായിരുന്നു നമ്മുടെ പ്രചോദനം. നമ്മൾ വരുന്ന സമയത്ത് ആദ്യം കാര്യങ്ങളൊക്കെ വിളിച്ചു ചോദിച്ചുകൊണ്ടിരുന്നത് ഹരിയോടായിരുന്നു. ഹരി കല്യാണമൊക്കെ കഴിച്ച് 2 പിള്ളേരും പ്രാരാബ്ദവും ഒക്കെ ആയിട്ട്. സ്റ്റുഡന്റ് വിസയിലല്ലേ ആദ്യം വന്നത്? സ്റ്റുഡന്റ് വിസയിലാണ്. 2013 സ്റ്റുഡന്റ് വിസ ആയിരുന്നു. ഞാനിവിടെ ഒരു മാസ്റ്റേഴ്സ് എടുത്തു. യൂണിവേഴ്സിറ്റി ഓഫ് ലിംബർഗിൽ മാസ്റ്റേഴ്സ് എടുത്ത് അതിനുശേഷം ഒരു 2 വർഷം നഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്തു. പിന്നീട് നീനയ്ക്ക് മൂവ് ചെയ്ത് ഇപ്പൊ ഞാൻ നീനയിൽ വർക്ക് ചെയ്യുകയാണ്. നീന ഹോസ്പിറ്റലിൽ. നീനയിലല്ലേ വർക്ക് ചെയ്യണേ? രണ്ടുപേരും. ഇനി വീട്ടിലെ വിശേഷങ്ങൾ ചോദിക്കാം. ഈ വീട് ഇപ്പൊ നിങ്ങൾ വാങ്ങിച്ചിട്ട് കുറച്ച് നാളല്ലേ ഉള്ളൂ? കഴിഞ്ഞ ഓണം ഒരു വർഷമാവുന്നു. ഇത്രയും മാറി നിങ്ങൾ ഉള്ളിലോട്ട് ഇത്രയും സ്ഥലം ഒക്കെ ആയിട്ട് വാങ്ങിക്കാനുള്ള പ്രചോദനം എന്താണ്? വാങ്ങിക്കാനുള്ള കാരണം എന്താണ്? ആദ്യത്തെ കാര്യം തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും ഇതുപോലെ സിംഗിൾ ആയിട്ടുള്ള വീട് വേണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ 2 പേരുടെ ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഇത്രയും നാളായിട്ട് വെയിറ്റ് ചെയ്തത്. നമുക്ക് പിന്നെ നമ്മളുടെ ഫിനാൻഷ്യലി നമ്മൾ നോക്കുമ്പോൾ 2ഉം കൂടി ഒന്ന് ടാലി ആവണമല്ലോ. അപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു ദിവസം ഈ വീട് മാർക്കറ്റിൽ വന്നപ്പം ഞങ്ങൾക്ക് കണ്ടു ഞങ്ങളുടെ ഫിനാൻഷ്യലി ഞങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നി. അപ്പം തന്നെ ഞങ്ങൾ ഓക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ 2 പേരുടെയും കോമൺ ഇൻട്രസ്റ്റ് ആയിരുന്നു ഇത്രയും സ്ഥലമുള്ള ഒരു വീട് വേണം. പിന്നെ ഞങ്ങൾക്കൊരു ജർമ്മൻ ഷെപ്പേർഡ് ഒരു ഡോഗ് ഉണ്ട്. അപ്പോൾ അവന് കുറച്ച് സ്പേസ് വേണം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ വീട് സെലക്ട് ചെയ്യാനായിട്ട് കാരണം. ഈ വീട്ടിൽ യാതൊരു മോഡിഫിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ എങ്ങനെയാണോ വിളിച്ചത് ആ രീതിയിൽ. സാധാരണ നമ്മൾ മലയാളികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് വാങ്ങിച്ച് അതിനകത്ത് കുറെ റിനോവേഷൻ ഒക്കെ ചെയ്തിട്ടാണ് നമ്മുടേതായ രീതിയിലേക്ക് കൊണ്ടുവരുന്നത് അല്ലേ? അപ്പൊ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ നാട്ടിലെ ഒരു വീട് നമ്മൾ എങ്ങനെയാണോ പണിയുന്നത് ആ ഒരു രീതി എനിക്ക് തോന്നിയത്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചു ഇതിനകത്ത് എന്തെങ്കിലും മോഡിഫിക്കേഷൻ. നിങ്ങൾ പറയുകയും ചെയ്തു മോഡിഫിക്കേഷൻ ഒന്നും ചെയ്തില്ല. ഇത് ഓക്കെ എന്ന് പറഞ്ഞതിന്റെ ഫസ്റ്റ് റീസൺ തന്നെ നമുക്ക് ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ അതിന് വേണ്ടിയിട്ട് വേറെ എക്സ്ട്രാ മണി സ്പെൻഡ് ചെയ്യേണ്ട എന്നുള്ള രീതി കൊണ്ട് മാത്രമാണ്. പിന്നെ ഞങ്ങൾക്ക് കണ്ടപ്പം അത്യാവശ്യം നമ്മൾ 2-3 വീടുകളൊക്കെ വ്യൂ ചെയ്തിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം നമുക്ക് അവരുടെ ബിൽഡിംഗ് ഒരു എന്താ പറയുന്നത് നല്ലൊരു രീതിയിലാണ്. മെറ്റീരിയൽസും യൂസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് അപ്പം തന്നെ ഷുവർ ആയതുകൊണ്ടാണ് നമ്മൾ അപ്പം തന്നെ ഓക്കെ പറഞ്ഞത്. അത് കാണുമ്പോൾ അറിയാം കബോർഡ്സ് ഒക്കെ ആണെങ്കിലും എല്ലാം നമ്മുടെ നാട്ടിലെ വുഡ് വെച്ച് ചെയ്യുന്ന രീതിയിൽ ആ ഒരു സെറ്റാണ്. നാട്ടിലെ വീടുകളിലെ പോലെ തന്നെയാണ് തോന്നുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത് ഈ കുക്കിംഗ് റേഞ്ച് ആണ്. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാൻ എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ് എന്താണ് സംഭവം? എനിക്ക് കൃത്യമായിട്ട് ചപ്പാത്തി പ്രസർ പോലെയൊക്കെയാണ് ആദ്യം. ചപ്പാത്തി പ്രസർ ഇല്ല. ഇത് രണ്ടും ഒരു എന്താ പറയുക നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ്. അപ്പം ഇതുണ്ട്. ഇത് മേലോട്ട് പൊക്കി വയ്ക്കും. ഇത് നമ്മൾ ഹീറ്റിംഗ് ഓൺ ചെയ്യുമ്പോൾ ഈ പ്ലേറ്റും പിന്നെ ഇത് ചൂടാവുന്നതാണ്. ഈ എല്ലാ പ്ലേറ്റ്സും നമ്മൾ ചൂടാകും. ഇതിന്റെ ഐഡിയ എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ സാധാരണ പാൻ വെച്ച് കുക്ക് ചെയ്യുന്ന തൊട്ട് തന്നെ കുക്ക് ചെയ്യാൻ പറ്റും. ഇല്ല ഇത് അടച്ചു വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം പ്രൊട്ടക്ഷന് വേണ്ടി വേറെ പൊള്ളലോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി അടച്ചു വെക്കുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. കാരണം നമുക്ക് ഇവിടെ തന്നെ ഓൾറെഡി ഒരു ഇലക്ട്രിക് കുക്കറും
ഇലക്ട്രിക് ഓവനും ഉണ്ട്. ഇതിൻ്റെ അടിയിൽ തന്നെ ഇതുണ്ട്, ഇത് ഓവനാണ്. ഇത് ലോങ് കുക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്ലോ കുക്കിങ്ങിന് സ്ലോ കുക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കെറോസിനിൽ നമ്മുടെ ഹീറ്റിംഗ് ഓൺ ചെയ്യുന്ന നേരത്ത് ഇത് വർക്കാവുകയും ചെയ്യും. പിന്നെ നമുക്ക് ഇലക്ട്രിക്കലി ഇത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് കൺട്രോൾസ് ഉണ്ട്, നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇലക്ട്രിക്കലി നമുക്ക് ഓൺ ചെയ്യുകയും ചെയ്യാം. എനിക്ക് തോന്നുന്നു ഈ 24 hours ഒക്കെ ബീഫ് സ്ലോ കുക്കിംഗ് ചെയ്യുന്ന എന്തോ ഒരു അങ്ങനെയൊക്കെ അവർ സ്ലോ കുക്കിംഗ് ചെയ്യുന്നുണ്ട്. ബീഫൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോയ്ക്കകത്ത്. ക്രിസ്മസ് ആ സമയത്ത് ഐറിഷുകാർ കൂടുതലും സ്ലോ കുക്കിംഗ് ആണ് അവർ ചെയ്യുന്നത്. കാരണം അവർക്ക് ആ ഒരു ടൈം ആകുമ്പോഴത്തേനും അവർക്ക് ടൈമില്ല. എല്ലാവരെയും വിളിച്ചിട്ട് നോർമലി എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ പറയാറുണ്ട് അവർ കൂടുതലും സ്ലോ കുക്കിങ്സ് ചെയ്യാറുണ്ടെന്ന് പറയാറുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഐഡിയ ആണെന്ന് തോന്നുന്നത്. നമ്മൾ പിന്നെ ഇതുവരെ യൂസ് ചെയ്യാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് അറിയില്ല. ക്രിസ്മസിന് ടർക്കി സെറ്റ് ചെയ്യണം. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പാർട്ടാണ് ഈ ഒരു ഏരിയ. ഇതൊരു ചെറിയൊരു എന്താ പറയുക, ഇരിക്കാനുള്ള ഒരു സെറ്റപ്പും ഒക്കെ ആയിട്ടാണ് നമുക്ക് ഇന്ന് അരിയാനൊക്കെ അല്ലേ. ഇത് ആക്ച്വലി നമുക്ക് ഡൈനിങ് ടേബിൾ കിടക്കുന്നതിന്റെ നേരെ ഇവിടെ തന്നെ ആയതുകൊണ്ട് നമുക്കിപ്പോൾ കുറച്ചധികം പേരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൂടെ ഇരുന്ന് സംസാരിക്കാനും ഒക്കെ എന്ന് പറയുമ്പോഴത്തേനും കൂടുതലും ഈ ഒരു സ്പേസ് ആണല്ലോ. ആരെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ കൂടുതലും ഈ ഒരു സ്പേസിലാണ് കൂടുതൽ ഇന്ററാക്ഷൻസ് നടക്കുന്നത്. കൂടുതലും അങ്ങോട്ട് സിറ്റിംഗ് റൂമിലോട്ടൊന്നും അധികമായിരിക്കും. കാരണം ആരെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുമായിരിക്കും. അപ്പൊ അതിന്റെ കൂടെ നിന്ന് എല്ലാവർക്കും കൂടി സംസാരിക്കാനും ഒക്കെ. അപ്പൊ അതൊരു നല്ല ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പം ഈവൻ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അരിയാനൊക്കെ ആണെങ്കിലും പുറത്തുമായിട്ടുള്ള ഒരു ഇതുണ്ട്, കാറ്റും വെട്ടവും അല്ലേ, നല്ല വെളിച്ചമുണ്ട് ഇതിനകത്ത്. അതുമല്ല എനിക്ക് ഭയങ്കരമായിട്ട് വേറൊരു കാര്യം എന്തായിട്ട് തോന്നിയത്, നമ്മുടെ ഡോറുമായിട്ട്, അതായത് മെയിൻ ഗേറ്റുമായിട്ടൊരു കണക്ഷൻ ഉണ്ട് കിച്ചന്. സാധാരണ എല്ലാ വീടുകളിലും ഞാൻ കണ്ടിട്ടുള്ളത് കിച്ചൺ ഏറ്റവും ഒരു ബാക്ക് ഗാർഡന്റെ ഒരു ഏരിയ ആയിട്ടാണ് കിച്ചൺ പോകുന്നത്. ഇത് ഫ്രണ്ടിലും കണക്റ്റഡ് ആണ്, ബാക്കുമായിട്ടും കണക്റ്റഡ് ആണ്. ആൾക്കാർ വരുന്നതും കാണാം. അതുപോലെ തന്നെ പുറത്ത് രണ്ട് സൈഡും നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു ഇതാണ്. പിന്നെ നല്ല വെട്ടമുണ്ട് ഒത്തിരി. അവിടെ നിന്നുള്ള സൺറൂമിൽ നിന്നുള്ള വെട്ടമാണെങ്കിലും ഇവിടെ ഒരു വിൻഡോ ഉണ്ട്, അവിടെ ഫ്രണ്ടിൽ വിൻഡോ. ഇപ്പൊ ഈ ഉള്ള ഏരിയയിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറച്ച് മരങ്ങളൊക്കെ കയറിയിട്ട് മരങ്ങളൊക്കെ നിന്നിട്ട് ഒരു അടഞ്ഞ ഒരു ഇതാണ് തോന്നുന്നത്. പക്ഷെ ഇവിടെ നല്ല ബ്രൈറ്റ്നെസ് ആണ്. ഒരു സമയം ജൂലി പറഞ്ഞ കണക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതും നമ്മുടെ കിച്ചണിലാണ്. അപ്പം കിച്ചൺ എപ്പോഴും നല്ല വെട്ടം ഉണ്ടായിരിക്കുന്നത് നല്ലൊരു കാര്യമാണ്. ക്രിസ്റ്റൽ ഗ്ലാസുകൾ, ഗ്ലാസ് കളക്ഷനുകളൊക്കെ ഐറിഷ് ജെയിംസൺ ഒക്കെ ഉണ്ട്. അങ്ങോട്ട് പോവാം. ഇത് സൺറൂം. എക്സ്റ്റൻഷനോ വേറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് ഇനി അടുത്ത റൂമുകളിലേക്ക് പോവാം. ഇത് ശരിക്കും ഞങ്ങൾക്ക് ആദ്യം വന്നപ്പോ ഒരു ഹോളിഡേ റൂം പോലെയാ തോന്നിയത്. ഹോളിഡേ ഹോം പോലെയാ തോന്നിയത്. സോറി. സിറ്റിംഗ് റൂമിൽ ആരെങ്കിലും വരുമ്പോൾ ആ ഒരു കണക്ഷൻ ഇല്ലാതെ തന്നെ നമുക്ക് റൂമുകളിലേക്ക് പോകാനുള്ള ഡോറും അതുപോലെ തന്നെ ഒരു യൂട്ടിലിറ്റി ഉണ്ട്. ഇത് യൂട്ടിലിറ്റി ആണ്. ഇവിടെയാണ് മെയിനായിട്ട് വാഷ്, ഡ്രയർ, പിന്നെ അത്യാവശ്യം സ്റ്റോറേജ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഇഷ്ടംപോലെ സ്റ്റോറേജ് ഉണ്ട് അല്ലേ. എക്സിറ്റ് ഡോർ ആണ്, ബാക്ക് ഡോർ, എക്സിറ്റ് ഡോർ എന്നൊക്കെ പറയും. രണ്ട് ഡോർ ഉണ്ട്, സൺറൂമിൽ നിന്നും ഉണ്ട്, ഇവിടുന്നും ഉണ്ട്. ഇനി ഇതൊരു ചെറിയ ടോയ്ലറ്റ്, കോമൺ ടോയ്ലറ്റ് ആയിട്ട് നമ്മൾ ഗസ്റ്റിനൊക്കെ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ്. നമ്മുടെ ഹോട്ട് പ്രസ് എന്ന് പറയും. ഇവിടെ നമ്മുടെ ഹീറ്റിംഗ് സാധനങ്ങൾ ഞങ്ങളൊരു ചെറിയ സ്റ്റോറേജ് ഒക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഷൂസും പിന്നെ ടവലും സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സെറ്റ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഹോളിലോട്ടാണ് വരുന്നത്. 2 എൻട്രൻസ് ഉള്ള ഹോളിലോട്ട്. ഒരെണ്ണം നമ്മൾ അകത്തോട്ട് കയറിയ സിറ്റിംഗ് റൂമിലോട്ടുള്ള എൻട്രൻസ്, പിന്നെ ഒരെണ്ണം കിച്ചണിലോട്ടുള്ള എൻട്രൻസ് ആണ്. 2 എൻട്രൻസ് ഉണ്ട്. ഇതാണ് മെയിൻ ഹോൾ എന്ന് പറയുന്നത്. ഇനി അക്സസറീസും സാധനങ്ങളൊക്കെ വരാനുണ്ട്. ഇത് ഫസ്റ്റ് ബെഡ്റൂം. അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ബെഡ്റൂമാണ്.
ഞങ്ങളത് കഴിവതും ഗസ്റ്റിന് വേണ്ടിയാണ് നിങ്ങളെ പോലുള്ളവർ. അതെ, ഞങ്ങളെ പോലുള്ള ഇടയ്ക്കിടയ്ക്ക് ശല്യം ചെയ്യാൻ വരുന്ന ആൾക്കാർ വരുമ്പോൾ യൂസ് ചെയ്യാനുള്ള ഓൾവേസ് ഹാപ്പി ടു ഇത് ഇത്ര വലിയ വീട് എടുത്തതിന്റെ ഉദ്ദേശം തന്നെ ഞാൻ ഫ്രണ്ട്സിനെ അക്കോമഡേറ്റ് ചെയ്യുക, അവർ ദിവസം വന്ന് സ്റ്റേ ചെയ്യുക, ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അതൊക്കെയാണ് ഇതിന്റെ ഐഡിയ. അതാണ് ഫസ്റ്റ് ബെഡ്റൂം കാഴ്ച. ഇനി സെക്കൻഡ് ബെഡ്റൂം. ഇത് കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ റൂമാണ്. ഞങ്ങള് ഇത് ചെറിയ റൂം ആയതുകൊണ്ട് തന്നെ ഈ റൂം കുറച്ച് പേരൻസ് ഒക്കെ വരുമ്പോൾ ഇതാണ് യൂസ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇപ്പോ ഞങ്ങളുടെ ഈ യങ്ങർ വൺ ഇത് ഒക്യുപ്പൈ ചെയ്തിരിക്കുകയാണ്. പെയിന്റിംഗ് ഒന്നും ഞങ്ങൾ റീപെയിന്റ് ചെയ്തിട്ടില്ല. നല്ലതായിട്ട്. അപ്പൊ ഈ സ്റ്റിക്കർ വാൾ സ്റ്റിക്കർ എല്ലാം പഴയ അവര് ഗേൾസ് ആയിരുന്നു. ഇത് സെല്ല് ചെയ്ത ഫാമിലിയാണ്. അപ്പൊ അവര് ആ സെയിം പെയിന്റിങ് സ്റ്റിക്കേഴ്സും ഒക്കെ ഞങ്ങൾ അതിൽ നിന്ന് ചിലതാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല ഒട്ടും. അവർ വല്ലാണ്ട് പെയിന്റ് ചെയ്തിട്ട് സ്റ്റിക്കേഴ്സ് ഒക്കെ ആണെങ്കിലുമേ, പക്ഷെ ഇത് നല്ല രസമുണ്ട്, നന്നായിട്ടുണ്ട്. ഇത് ഈ ഗ്ലാസ് ഞങ്ങള് എക്സ്ട്രാ വാങ്ങിച്ചാണ്. അല്ല ഈ കബോർഡ് പണ്ടത്തെ വീട്ടിലുണ്ടായിരുന്ന മേടിച്ചു വെച്ചിരുന്നു. മുമ്പേ കണ്ണാടി മേടിച്ചു വെച്ചാ. പിന്നെ ഈ വീടിന്റെ ഒരു പ്രത്യേകത ഈ ഡോറുകളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതുണ്ട്. ഫ്ലോറൊക്കെ ചെയ്തേക്കുന്നത് ഈ തടികളൊക്കെ റിയൽ തടി വെച്ചാ ചെയ്തേക്കുന്നത്. നമ്മുടെ പുതിയ വീടുകൾക്കൊക്കെ ഇപ്പൊ വരുന്നത് അവർ തന്നെ ലാമിനേറ്റഡ് തടിയാണ് വരുന്നത്. ഇത് പക്ഷേ ഇവര് വുഡൻ, ഒറിജിനൽ വുഡനാണ് ചെയ്തത്. ഇതുണ്ട്, ഇതിന്റെ ഈ സൈഡൊക്കെ കണ്ടോ, ഇതൊക്കെ റിയൽ തടിയാണ് വെച്ചേക്കുന്നത്. പഴയ വീടിന്റെ ഇപ്പൊ സാധാരണ നമ്മൾ പഴയ വീട് വാങ്ങിക്കുമ്പോൾ നമ്മളത് റിനോവേറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഇളക്കി കളയുക. പക്ഷെ ഇവർക്ക് ഇതൊന്നും ഇളക്കി കളയേണ്ടി വന്നിട്ടുണ്ട്. നല്ല ടൈലും നല്ല വൃത്തിയായിട്ടാണ് ടൈലുകൾ വെച്ചത്. നല്ല കളറുമാണ്. ഹരിക്ക് എന്തോ അവാർഡ് കിട്ടിയതാണ്. അവാർഡ് കിട്ടിയതല്ല, ബർത്ത്ഡേയുടെയാ. ടോയ്ലറ്റ് വയ്ക്കുക, ടോയ്ലറ്റിന്റെ ടൈലൊക്കെ ചെയ്തേക്കുന്നതാണ്. ഇതിനകത്ത് ഓടിക്കളിക്കാനുള്ള സ്ഥലമുണ്ട് ടോയ്ലറ്റില്. മാസ്റ്റർ ബെഡ്റൂമിന്റെ കണ്ടോ, എന്റെ ഇത് കൊടുത്തേക്കുന്നുണ്ട്, സ്റ്റാർസ് ആൻഡ് സ്റ്റാർസ്. 5 സ്റ്റാർ റേറ്റിംഗ് ആണ് മാസ്റ്റർ ബെഡ്റൂമിന്. സൂപ്പർ ആട്ടോ ഇത് വാർഡ്രോബ്. മേടിച്ചപ്പോ തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ അവര് ഇൻബിൽറ്റ് ആയിട്ട് തന്നതാണ്. സൈഡിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. അത് നല്ല കേട്ടോ, റൂമിന്റെ സ്പേസ് കളഞ്ഞിട്ടില്ല. ആ കോർണർ വെച്ചിട്ട് അത് നല്ല ഇതാ. 2 ബെഡ്റൂമിൽ നിന്നും പുറത്തോട്ടുള്ള വ്യൂ ഉണ്ട്. ഇവിടെ നിന്ന് പശുക്കളെയൊക്കെ കാണാം രാവിലെ. എന്നിട്ട് എന്താ അതെ, സൂര്യൻ ഉദിക്കുന്നു, സൂര്യ അസ്തമിക്കുന്നു ഒക്കെ കാണാമോ. എനിക്ക് വയ്യ. പശുക്കളൊക്കെ കണ്ട് അതേപോലെ തന്നെ സ്പേഷ്യസ് റൂം ആയതാണ്. ഇവിടെ ഈ വീട് വാങ്ങിക്കുമ്പോ ഇത് ബെഡുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഞങ്ങളുടെ നീനയിൽ തന്നെ ഒരു ഫർണിച്ചർ ഷോപ്പ് ഉണ്ട്. അവിടെ സെയിൽ വന്നപ്പോൾ എനിക്ക് ലക്കിലി കിട്ടിയത്. ഇവിടുത്തെ പണികളെല്ലാം ജൂലിയുടെ പരിപാടിയാന്ന് തോന്നുന്നല്ലോ. ഇങ്ങനത്തെ ഫോട്ടോസ് ഞങ്ങളിത് ഫോണിലെടുക്കുന്ന ഫോട്ടോസ് ആണ്. നമ്മുടെ ഹാർലി നോർമലിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിസ്സാര പൈസക്ക് 100 ഫോട്ടോസ് എടുക്കാൻ പറ്റും. അത് ശരി, പ്രിന്റ് എടുക്കാൻ പറ്റും. നല്ല ക്വാളിറ്റി പ്രിന്റും ആണല്ലോ. നല്ല ക്വാളിറ്റി പ്രിന്റ് ആണ്. ഇതിപ്പോ ഈ പിക്ചേഴ്സ് ഒക്കെ എടുത്തിട്ട് വർഷങ്ങളായി. 4th ബെഡ്റൂം ആണ്. പക്ഷെ ഇതിപ്പോ ഞങ്ങൾ ബെഡ്റൂം ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. ഇതിപ്പോ ഞങ്ങൾ വാർഡ്രോബ് ആയിട്ടാണ്. പക്ഷെ ഇത് ഏതെങ്കിലും ഗസ്റ്റ് നമുക്ക് സെക്കൻഡ് ബെഡ് യൂസ് ചെയ്യാം. എയർബെഡ് സുഖമായിട്ട് കിടക്കും. ഇപ്പൊ ഞങ്ങൾ ഇതിന്റെ അകത്ത് ഷൂ ഒക്കെയാണ് ഇരിക്കുന്നത്. ഡ്രസ് അലമ്പായിട്ട് കിടക്കില്ല. അതെ അതെ അതെ, എല്ലായിടത്തും പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോ നമുക്ക് ഈ റൂം ലോക്ക് ചെയ്താലും മതി. അതെ അതെ അതെ, എക്സാക്ട്ലി. പിന്നെ ഇവിടെ ഒരു മിററുണ്ട്. നമുക്ക് ഡ്രസ്സ് ചെയ്തിട്ട് ഇവിടുന്ന് തന്നെ റെഡി ആയിട്ട് പോവാം. ഒരു ഡ്രസ്സിങ് ടേബിൾ പോലെ തന്നെ നമ്മൾ സാധനങ്ങൾ വെക്കാനുള്ള തട്ടും ഉണ്ട്. അപ്പം ഇവിടെ വന്ന് ഈ റൂമിൽ വന്ന് ഇവിടുന്ന് തന്നെ റെഡി ആയിട്ട് പോവാം. അടിപൊളി. ഇതൊക്കെ ഇവർക്ക് അടുക്കി പെറുക്കാനുണ്ട്. കാരണം ഇവിടെ വീട് വാങ്ങിയ ഉടനെ തന്നെ ജൂലി 2ാമത് പ്രഗ്നൻ്റ് ആയി. അതുകൊണ്ട് തന്നെ അവർക്ക് അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. ഇവിടെ ഒരു കുറേ വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റും അല്ലേ. ഹരിക്ക് ടെസ്ലയാണ്. ഹരിയുടെ കൺട്രിമാനാണ്. സോറി, ഇത് ടെസ്ല, ജൂലിയുടെ ടെസ്ലയാണ്. വേറെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സോളാറാണ്. പിന്നെ ഉണ്ടോ
സോളാറിനെ പറ്റി എന്താണ് ഹരിയുടെ അഭിപ്രായം? സോളാറ് ഇപ്പം ഞാൻ വെച്ചതിന് എനിക്ക് ഓൾമോസ്റ്റ് ഒരു 13,000 ആയി. 12 പാനൽസ് ഉണ്ട്. എനിക്കിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 40 കിലോവാട്ട് പെർ ഡേ, നല്ലൊരു ബ്രൈറ്റ് സണ്ണി ഡേ ആണെങ്കിൽ ഒരു 40 കിലോവാട്ട് പെർ ഡേ കിട്ടും. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തു നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ഡിപ്പെൻസ് അപ്പോൺ ഏത് കമ്പനിയാണ് നമ്മൾ ഇലക്ട്രിക് കമ്പനി യൂസ് ചെയ്യുന്ന ഏത് കമ്പനിയാണെന്ന്. അതെ, ചില കമ്പനീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മന്ത്ലി ബില്ലിൻ്റെ അകത്ത് നിന്ന് അത് റിഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് എത്രയാണ് ബില്ല്, ചിലപ്പോൾ നമുക്ക് ബില്ലൊന്നും പേ ചെയ്യേണ്ടി വരികയില്ല. ഞങ്ങളുടെ കമ്പനി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കമ്പനി ആനുവലി ഏത് കമ്പനിയാ? ഞങ്ങൾ SSC. ഓക്കെ. ആനുവലി 2 പ്രാവശ്യം നമുക്ക് ഇങ്ങോട്ട് പേ ചെയ്യുകയാണ്. എനിക്കിപ്പോൾ ഒരു 2 നമുക്ക് അതേപോലെ ഇതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളെല്ലാം നമ്മൾ ഇവർ ഫിറ്റ് ചെയ്ത് കഴിയാൻ നേരത്തെ ഒരു ആപ്പ് തരും. ആ ആപ്പിൽ കാണാൻ പറ്റും ഒരു ദിവസം എത്ര കിലോ വാട്ട്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു ദിവസം എത്ര നമ്മൾ കൺസ്യൂം ചെയ്യുന്നു, എന്തിനു വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്, നമുക്ക് ചാർജ് ചെയ്യാൻ എപ്പോൾ പറ്റും, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ടോട്ടൽ എനിക്ക് കോസ്റ്റ് വിത്ത് ചാർജിങ് പോർട്ടും കൂടെ ചേർത്ത് 13,000 ആയി. 13,000 euros. അതില് സബ്സിഡി എന്ന് വെച്ചാൽ ലാസ്റ്റ് ഇയർ ഭയങ്കര സബ്സിഡി ഉണ്ടായിരുന്നു. അത് ഈ വർഷം കൊണ്ട് അത് കുറവായി. 2,100 euros. നമുക്കത് എത്ര രൂപയുടെ ചെയ്ത് കഴിഞ്ഞാലും 2,100 euros സബ്സിഡി കിട്ടും. പിന്നെ ചാർജറിന്റെ ഒരു 400 euros. അത് നമ്മൾ ടെസ്ലയുടെ ചാർജ് പിടിപ്പിച്ച പോലെ തന്നെ ചാർജ്. അതല്ല ഞാൻ ചോദിക്കട്ടെ, അപ്പം നമ്മൾ ഈ 11,000 ഇപ്പം നമുക്ക് അടയ്ക്കണമല്ലോ, അത് മന്ത്ലി പേ ചെയ്യുവാണോ അതോ? അതെ, ഞാൻ ക്രെഡിറ്റ് യൂണിയനിൽ നിന്ന് ഒരു ലോൺ അപ്ലൈ ചെയ്തിട്ട് ഇതിന് വേണ്ടി ഗ്രീൻ എനർജി ലോൺ എന്ന് പറഞ്ഞു തരും. അപ്പോൾ ആ മന്ത്ലി അടവ് എന്ന് പറയുമ്പോൾ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന കറണ്ട് ബില്ലിന്റെ അത്രയും അടവല്ലേ വരുന്നുള്ളൂ അതോ കൂടുതൽ വരുന്നത്? ഓൾമോസ്റ്റ് ആ ഒരു സെയിം റേഞ്ചിലേ വരുള്ളൂ. പക്ഷേ ഇതിന്റെ ലോൺ എത്ര നാളത്തേക്ക്? 5 yearsനാണ് ഞാൻ എഴുതിയത്. അപ്പോൾ ആഫ്റ്റർ 5 years കഴിയുമ്പോൾ നമുക്ക് അത് ലാഭമാണ്, അത് കഴിഞ്ഞിട്ട് ലാഭമാണ്. മഴയുള്ള ദിവസം ബേസിക്കലി ക്ലൗഡി ആയിട്ടുള്ള ദിവസം, മഴ വേണമെന്നില്ല, ക്ലൗഡി ആയിട്ടുള്ള ദിവസം പ്രൊട്ടക്ഷൻ കുറവായിരിക്കും. ഒരു 10 to 20, in between 10 to 20 എത്ര പ്രതീക്ഷിക്കും. ഞാനിപ്പോൾ വെച്ചിട്ട് 3 months ആയി. 3 monthsനുള്ളിൽ എൻ്റെ പ്രൊഡക്ഷൻ ഇപ്പോൾ നിയർലി ഒരു 100 kilowatts കൂടുതൽ പോയിട്ടുണ്ട്. ഇപ്പോൾ വെച്ച കമ്പനി എക്കോപ്ലക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്, ഡബ്ലിൻ ബേസ്ഡ് കമ്പനിയാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ അവരുടെ കസ്റ്റമർ കെയർ ഭയങ്കര ഫാസ്റ്റാണ്. ഓൺലി തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സബ്സിഡി കിട്ടാനായിട്ട് നമ്മൾ സോളാർ പാനൽ വെച്ചതിന് ശേഷം നമ്മുടെ BER റേറ്റിംഗ് അപ്ഗ്രേഡ് ചെയ്യണം. ആ അപ്ഗ്രേഡിങ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഒരു ഇലക്ട്രീഷ്യൻ വന്ന് നമ്മുടെ BER റേറ്റിംഗ് അപ്ഗ്രേഡഡ് ആണ് എന്ന് പറഞ്ഞ ഒരു പേപ്പർ സെൻഡ് ചെയ്താൽ അത് അപ്ഗ്രേഡ് ആയി കിട്ടുള്ളൂ. അത് അപ്ഗ്രേഡ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് ഈ നമ്മുടെ പറയുന്ന എന്താ പറയുക ഈ സബ്സിഡി കിട്ടുള്ളൂ. അപ്പോൾ ഈ സബ്സിഡി കിട്ടാനായിട്ട് അത്രയും ലേറ്റ് ആകും. സോ സബ്സിഡി എന്നൊരു സാധനം പ്രതീക്ഷിച്ച് ആരും ഇത് ചെയ്യേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇറ്റ് ഡിപ്പെൻസ്. അതെന്തോ ഒരു ചെക്ക് ചെയ്യുന്നത് വീടിന്റെ കണ്ടീഷൻ ആണോ? വീടിന്റെ BER റേറ്റിംഗ് നമ്മുടെ ഇലക്ട്രിസിറ്റി റേറ്റിംഗ് ആണ്. നമ്മൾ സോളാർ സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ ആണ് മെയിനായിട്ട് നോക്കുന്നത്. നമുക്ക് ഗ്രീൻ എനർജി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന കാരണം നമ്മുടെ BER റേറ്റിംഗ് കുറച്ചുകൂടി കൂടും. അപ്പോൾ ആ കൂടുന്ന ഒരു പുതിയ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നമുക്ക് ഇത് കിട്ടുള്ളൂ. എനിക്കിപ്പോൾ ഇത്ര നാളെ ഞാൻ 3 മാസമായി വെച്ചിട്ട്, പക്ഷേ സ്റ്റിൽ എൻ്റെ ഇത് എന്താ പറയുക ഗ്രാൻഡ് ഇതുവരെയും കിട്ടിയിട്ടില്ല. അതാണ് അതിനുള്ള ഡിലേ. പിന്നെ വേറെ പറഞ്ഞില്ല, ഡിപ്പെൻസ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അയർലൻഡ് അറിയാമല്ലോ, നമുക്ക് 6 months നല്ല വെതർ കിട്ടും. 6 months അപ്പോൾ അത് നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് 6 months നല്ലൊരു പ്രൊഡക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് 6 months ബില്ല് ആ പ്രൊഡക്ഷൻ്റെ കിട്ടുന്ന നമ്മുടെ പ്രോഫിറ്റുമായിട്ട് ടാലി ചെയ്ത് പോകും. അപ്പോൾ 6 months അടുത്ത 6 months ബില്ല് ഉണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വിൽ സി 3 മാസം കൂടെ കഴിഞ്ഞ് നമുക്കറിയാം എന്താണ്. നമ്മൾ പവർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാറ്ററി വെച്ചിട്ടുണ്ടോ? നമുക്കൊരു ബാറ്ററി ഉണ്ട്. ആ ബാറ്ററിയുടെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്മാർട്ട് മീറ്ററാണ്. അപ്പോൾ ഈവനിങ് ടൈംസിൽ എൻ്റെ ബില്ല് ഡബിൾ ആവും, അബൌട്ട് 5 to 7. അപ്പോൾ ആ ടൈമിൽ ഞാൻ ബാക്കിയുള്ള പവർ യൂസ് ചെയ്യുന്നത് കുറച്ചിട്ട് ബാറ്ററിയിൽ നിന്ന് ഈ പവർ വരും. എന്നുവെച്ചാൽ സോളാർ ഉപയോഗിച്ച് ബാറ്ററിക്ക് എത്ര നാൾ ഹെൽത്ത് ഉണ്ടാവും? അതിനെക്കുറിച്ച് 30 years ആണ് നമുക്ക് അവിടെ വരുന്ന ഹെൽത്ത് ലൈൻ. അതിന് 10 years വാറണ്ടി ഉണ്ട്, പ്ലസ് 30 years വാറണ്ടി ഉണ്ട്.
ബാറ്ററിക്ക് എത്ര ചെലവ് വരും? ഇത് ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് 13,000 വന്നേക്കാം. 13,000. ഓക്കെ. അത് കമ്പാരിറ്റീവ്ലി എനിക്ക് കിട്ടുന്ന ഒരു നല്ല പ്രൈസാണ്. നമ്മൾ കോട്ട് എടുത്ത് അവരുമായിട്ട് ബാർഗെയിൻ ചെയ്യണം. കുറച്ച് ബാർഗെയിൻ ചെയ്ത് കഴിയാൻ നേരത്തെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് സോളാറിന്റെ വിശേഷം. ആളെ പരിചയപ്പെടുത്താനുള്ളത്. അതെ അതെ അതെ, കണ്ടോ കണ്ടോ, ഇതാണ് നമ്മുടെ മെയിൻ ആള്. ഗുഡ് ബോയ്. ഇവന് എത്ര വയസ്സുണ്ട് ഹരി? ഈ മാസം 3 years ആണ്. വിസ്കി ഡൗൺ, നാണം കെടുത്തരുത്. കണ്ടോ, ഗുഡ് ബോയ്. വിസ്കിയെ പറ്റി 2 വാക്ക് സംസാരിക്കും ജൂലി. ഇതും ഞങ്ങളുടെ ഒരു കോമൺ ഇൻട്രസ്റ്റ് ആയിരുന്നു. വീടിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡോഗ് ബ്രീഡാണ് ജർമ്മൻ ഷെപ്പേർഡ്. അപ്പം ഞങ്ങൾ വളരെ കാലമായിട്ട് ആഗ്രഹിച്ച് വാങ്ങിച്ച ഒരു ഡോഗാണ്. പിന്നെ എനിക്ക് പണ്ട് മുതലേ ഒരു ചെറിയ പട്ടിപ്രാന്തൊക്കെ ഉള്ള, അപ്പോൾ പണ്ട് മുതലേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു ഒരു ജർമ്മൻ ഷെപ്പേർഡ് വേണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചതാണ്. പിന്നെ എന്താ, ഇപ്പോൾ ഇവന് 3 വയസ്സായി. പിന്നെ ഇപ്പം ഈ നമുക്ക് സമ്മർ ടൈം ആകുമ്പോഴത്തേനും ഇവർക്ക് ഇവരുടെ ഹെയർ അങ്ങനെ നമുക്ക് പോയി വന്നു ഇരിക്കും. അപ്പോൾ സമ്മർ ടൈം ആകുമ്പോഴത്തേനും ചൂട് കൂടുന്നതനുസരിച്ച് ഇവരുടെ ഹെയർ മുഴുവൻ പോയിട്ട് ഇവർക്ക് ഇതുപോലെ തീരെ മെലിഞ്ഞ രീതിയിൽ തോന്നും. വിൻ്റർ ആകുമ്പോഴത്തേനും വിൻ്റർ കോട്ട് വരും. വിൻ്റർ കോട്ട് വന്നു കഴിയുമ്പോൾ നല്ല കട്ടിക്ക് വരും. നല്ല കട്ടിക്ക് വന്നു കഴിയുമ്പോഴത്തേനും കുറച്ചും കൂടെ വണ്ണമൊക്കെ തോന്നും. കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് അവൻ ഭയങ്കര പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങളുടെ മൂത്ത അവളുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. പിന്നെ ഇതുപോലെ എല്ലാ പിള്ളേരെയും ഇഷ്ടമാണ്. എല്ലാവരും ഞങ്ങളെപ്പോഴും പറയും, ഞങ്ങളിങ്ങനെ നോർമലി ഇവിടെ എല്ലാവരും ജർമ്മൻ ഷെപ്പേഴ്സിനെ ഗാർഡ് ഡോഗ് ആയിട്ടാണ് വളർത്തുന്നത്. അപ്പം ഞാൻ എപ്പോഴും പറയും ഹ്യൂമൻ ബീയിങ്ങുമായിട്ട് ഇപ്പം ഭയങ്കര കമ്പനിയാണ്. അപ്പം ഇവൻ ആരെങ്കിലും വെളിയിൽ കൂടെ പോകുന്നവരാണെങ്കിൽ പോലും ഇവൻ ഇങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ അധികം ആയിട്ട് വലിയ കുറയ്ക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. പിന്നെ വേറെ ഡോഗ്സിൻ്റെ ആയിട്ട് മാത്രം കുറച്ച് പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിട്ടില്ലാത്തത് കൊണ്ടുള്ളൊരു കുഴപ്പമുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ പേരിലോട്ട് ഡോഗിനെ ആക്കണം. അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ആരാണോ ഡോഗിനെ നമുക്ക് സെല്ല് ചെയ്യുന്നത് അവർ നമുക്ക് തരും. അത് അവർ പിന്നെ അത് നമ്മുടെ പേരിൽ രജിസ്റ്റർ ആകും ഡോഗ്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പിന്നെ നമ്മൾ ഇവർക്ക് ഇൻഷുറൻസ് എടുക്കണം. അത് മന്ത്ലി ആണോ, അല്ല നമ്മൾ ഇയർലി റിന്യൂ ചെയ്യുന്നതാണോ? ഇയർലി റിന്യൂവൽ. നമ്മുടെ കാറിൻ്റെയും ഹെൽത്തൊക്കെ ഇൻഷുറൻസ് പോലെ തന്നെ ഇവരുടെ ഹെൽത്തിൻ്റെ ഇൻഷുറൻസ് ആണത്. അത് നോർമലി ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഇൻഷുറൻസിനേക്കാളും കൂടുതലാണ് ആനിമൽസിൻ്റെ ഇൻഷുറൻസ്. ഇയർലി റിന്യൂ ചെയ്യണം. ഇയർലി റിന്യൂ ഇപ്പം നമുക്ക് നിർബന്ധമൊന്നുമില്ല റിന്യൂ ചെയ്യണം അല്ലെങ്കിൽ എടുക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ ജസ്റ്റ് ഇൻ കേസ് ഇവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ എക്സ്പെൻസാണ് ഇവരുടെ ട്രീറ്റ്മെൻറ്റിനും. ഇവനൊരു എക്സ്റേ എടുക്കണമെങ്കിൽ പോലും നല്ല കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു സമയമാകുമ്പോഴത്തേനും ഇങ്ങനെ എന്തെങ്കിലും ബൈ ചാൻസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചോണ്ട് ഞങ്ങൾക്ക് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്, പ്രത്യേകിച്ച് ഇത്രയും വലിയ ഡോഗ് ബ്രീഡിന് ഇവിടെ ലൈസൻസ് വേണം. ലൈസൻസ് ഇല്ലാതെ പറ്റത്തില്ല. അത് നമുക്ക് ആൻപോസ്റ്റ് വഴി എടുക്കാം. 2 രീതിയിൽ ലൈസൻസ് എടുക്കാം. നമുക്ക് ലൈഫ് ടൈം നമുക്ക് എയ്തർ ലൈഫ് ടൈം ലൈസൻസ് എടുക്കാം അല്ലെങ്കിൽ ഇയർലി എടുക്കാം. അപ്പോൾ ചിലർ ഡോഗ്സിനെ വിൽക്കുന്നവരുണ്ട്, ചിലർ ഡോഗ്സ് ഇത് ആയി പോകുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം ഞങ്ങളിപ്പോൾ ഇവന് ലൈഫ് ടൈം ലൈസൻസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നാട്ടിൽ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും കുഞ്ഞുങ്ങളെക്കാരും ഞങ്ങൾക്ക് പിള്ളേരുണ്ടാകുന്നതിന് മുമ്പ് ഞങ്ങൾ വാങ്ങിച്ചതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ കുഞ്ഞിലേ മുതൽ നമ്മുടെ ചെറിയ കുഞ്ഞു പിള്ളേരെ നോക്കുന്ന പോലെ തന്നെ നമ്മൾ റേസ് ചെയ്തോണ്ട് പറഞ്ഞു. നമ്മുടെ 12 വീക്സിൽ നമ്മൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ ന്യൂ ബോൺ എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതുപോലെ ഇവർക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് വരും, വയറിന് പ്രോബ്ലംസ് വരും. പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ബ്രീഡ്സ് അല്ലാത്തത് കൊണ്ട്, ഇവിടുത്തെ ബ്രീഡുകളായതുകൊണ്ട് ഇവർ മെയിൻലി നമ്മളിപ്പോൾ വെറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ ഇവർ പറയുന്ന കാര്യം, നമ്മുടെ നാട്ടിലെ പോലെ ചോറും മീൻകറി അല്ലെങ്കിൽ ചുമ്മാ അങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഡോഗ് ഫുഡ് തന്നെ വാങ്ങിച്ചു കൊടുക്കണം. കാരണം പ്രത്യേകിച്ച് ഇവരുടെ ബ്രീഡിന് ജർമ്മൻ ഷെപ്പേർഡ്സ് ബ്രീഡ് അങ്ങനെയാണ്. ഇവർ മോസ്റ്റ് പ്രോൺ
ടു ഗെറ്റ് സ്റ്റൊമക്ക് അപ്സെറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതലും നമ്മൾ നോക്കണം. അതുപോലെ ഡീവേമിങ് ടാബ്ലറ്റ്സ് നമ്മൾ എവറി 2 to 3 months കൂടുമ്പോൾ കൊടുക്കണം. ഈ പിള്ളേരെ പോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഒരു 2-3 വാക്സിൻസ് ഉണ്ട്. അത് കഴിയുമ്പോൾ എവറി ഇയർ നമ്മൾ ബൂസ്റ്റപ്പ് വാക്സിൻ കൊടുത്തുകൊണ്ടിരിക്കണം. അതിന് ഞങ്ങൾ ഈ വീട് വാങ്ങിക്കുന്നതിനെ സംബന്ധിച്ച് കുറച്ച് ഇവൻ്റെ കഴിഞ്ഞ വർഷത്തെ വാക്സിൻ കുറച്ച് ഡിലേ ആയിപ്പോയി. പക്ഷെ അപ്പോൾ പ്രോബ്ലം പറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്ക് 2-3 തവണ കൊണ്ട് ചെല്ലേണ്ടി വന്നു. കാരണം അവർക്ക് ബൂസ്റ്റ് കൊടുക്കുമ്പം 2-3 സെക്ഷനായിട്ട് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ നമ്മളത് കറക്റ്റ് ടൈമിൽ വാക്സിനൊക്കെ ഓർത്തിരുന്ന് കൊടുക്കണം. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ കാര്യമല്ല, പക്ഷെ നല്ല സ്നേഹമുള്ളൊരു ഞങ്ങൾ കുഞ്ഞിലെ മുതലേ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ട്രെയിൻ ചെയ്യിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറിയപ്പോൾ അവൻ വെളിയിൽ നിൽക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കുറച്ച് കുത്തക്കിടക്ക് ഉണ്ട്. എന്നാലും ഓക്കെയാണ്. അത് കൂടുതലും ആരെങ്കിലും ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ ഉള്ളൊരു നമ്മുടെ കുഞ്ഞു പിള്ളേരെ പോലെ തന്നെ. നമ്മൾ കുഞ്ഞു പിള്ളേരാണെങ്കിൽ ആരെങ്കിലും വീട്ടിലൊക്കെ റിലേറ്റീവ്സ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആരും പറഞ്ഞാൽ കേൾക്കുകയില്ല. അതുപോലെ തന്നെയാണ് ഇവനും. ആരെങ്കിലും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നൊന്നും കേൾക്കത്തില്ല. പക്ഷെ ആരും ഇല്ലെങ്കിൽ ഓക്കെയാണ്, നമ്മൾ പറയുന്നതെല്ലാം ചെയ്തോ. അതാണ് വിസ്കിയുടെ വിശേഷങ്ങൾ. ഇനി ഇവിടെ ഈ ബാക്കാളിൽ തന്നെ കുറച്ചും കൂടെ പ്രത്യേകത കെട്ടിയിട്ടേക്കുന്ന ഒരു ഏരിയ പോലെ തോന്നും. പക്ഷെ അത് അങ്ങനെ അല്ല. ഇതിന്റെ പിന്നിൽ ഒരു സത്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. വാഷിംഗ് ഏരിയ ആണ്. വെള്ളം പോകാനും ഡ്രെയിനേജും ഒക്കെ 2 എണ്ണം ഉണ്ട്. അവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഇനി അടുത്ത ട്രംബോളിൻ. സാധാരണ നമ്മൾ എല്ലാ ട്രംബോളിനും കണ്ടേക്കുന്നത് ഇങ്ങനെ ഹൈ ചെയ്തിട്ടുള്ള ട്രംബോളിനാണ്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു കുഴിക്കകത്താണ് ഈ ട്രംബോളിൻ വെച്ചേക്കുന്നത്. ചിലപ്പോൾ ഇനി അത് ഇവിടെ ഉണ്ടായിരുന്ന കുഴിയായിരിക്കുമോ അതോ അതിന് വേണ്ടിയിട്ട് വെച്ചുണ്ടാക്കി കുഴിയായിരിക്കും അല്ലേ? ഇത് വലിയൊരു കുഴിയാണ്. ആ കുഴിയുടെ മണ്ട എനിക്ക് ആദ്യം മനസ്സിലായില്ല. ഇലകൾ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഒരു കുഴിയാണെന്ന്. വലിയൊരു കുഴിയാണ്. ആ കുഴിയുടെ മണ്ടയിലാണ് ഈ ട്രംബോളി വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പ്രഷർ ഉണ്ടായിരുന്നു. നമുക്ക് നല്ലതായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒത്തിരി ഹെവി ആയിട്ടുള്ള വിൻഡ് വരുമ്പം ചിലത് പറന്നു പോകുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിന് അങ്ങനെയുള്ളൊരു ടെൻഷനൊന്നും. അതുപോലെ നല്ല വലിപ്പമുള്ള ട്രംബോളിനാണ് ഇത്. ജോഹാനും ജോസ്ലിക്ക് ഇവിടെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിനകത്ത് കളിക്കാൻ. അവരിതിനകത്തായിരുന്നു ഫുൾ ടൈം. ഇത് ഇവിടെ ഔട്ട് ഹൗസ് ആണ്. ഇവരുടെ ഔട്ട് ഹൗസ് അത് ഒന്നും ചെയ്തിട്ടില്ല. ചെയ്യാനാണെങ്കിൽ ഇത് ചെറിയൊരു വീടായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഹരി പറഞ്ഞേക്കുന്ന ജൂലിയോട് വഴിക്കിടുമ്പോൾ താമസിക്കാനുള്ള സ്ഥലമാണ്. ശരിക്കും ഒരു വലിയൊരു ബെഡ്റൂമിനും ഒരു കിച്ചണും ഉള്ള സ്ഥലമുണ്ട് ഇതിനകത്ത്. ഇത് ഇവിടെ ഒരു 8-10 വണ്ടി ഓൾറെഡി കിടക്കും. അതുകൂടാതെ ഒരു വണ്ടി ഒളിച്ചിടാനും കൂടെ ഉള്ള സ്ഥലമുണ്ട്. അല്ല വിന്ററിൽ എനിക്ക് തോന്നുന്നത് വിന്ററിൽ ഫ്രോസ്റ്റ് വരുമ്പോൾ അന്നേരം വണ്ടി കയറ്റി ഇടാനായിട്ട് ഷട്ടറും ഉണ്ട്. പിന്നെ ഇപ്പം അതിൻ്റെ അകത്ത് ഒരു ടൈലൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇങ്ങനെ നോർമലി ആയിട്ടുള്ളൊരു അൺഈവൻ ആയിട്ടുള്ള സർഫേസ് ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പം ഇദ്ദേഹം തന്നെ സിമെൻ്റൊക്കെ വാങ്ങിച്ച് ഒന്ന് സർഫേസൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് ഇപ്പോൾ തന്നെത്താൻ ടൈലിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് പകുതി വരെ ടൈലിട്ട് വെച്ചേക്കാണ്. ഇനി ബാക്കി പുതിയ കുഞ്ഞു വന്നത് കൊണ്ട് ഇപ്പോൾ സമയമില്ല. അതുകൊണ്ട് അത് നിർത്തി വെച്ചിരിക്കുകയാണ്. ആണോ? ഇവിടുന്നാണ് നമുക്ക് പമ്പ് കിട്ടുന്നത്. നമുക്ക് പബ്ലിക് വാട്ടർ അല്ല യൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്വന്തമായിട്ടുള്ള അത് പ്രത്യേകത അതുകൊണ്ടല്ല. നമ്മൾ ഇത് കിണറ്റിൽ നിന്ന് അടിച്ച് വെച്ച് ഇതിൻ്റെ അകത്ത് ഒത്തിരി മറ്റേ സെഡിമെന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മൾ മാറിയതിന് ശേഷം എക്സ്ട്രാ ആയിട്ട് ഒരു ഫിൽറ്റർ വാങ്ങിച്ച്, അത് കൂടാതെ നമുക്ക് വാട്ടർ ടാപ്പിൽ നിന്ന് ഡ്രിങ്ക് ചെയ്യാൻ വേണ്ടി വേറൊരു പ്യൂരിഫയറും വെച്ചു. അത് രണ്ടും കൂടി എനിക്ക് ഒരു നിയർലി 3000 euros കോസ്റ്റായി. ബട്ട് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ഡയറക്റ്റ് ടാപ്പിൽ നിന്ന് വെള്ളം കുടിക്കാം. ഇതിന് മെയിൻ്റെനൻസ് ഒന്നുമില്ല. ഇതിൻ്റെ അകത്ത് നിന്ന് ഡയറക്റ്റ് നമ്മുടെ പമ്പ് കണക്റ്റഡ് ആണ്. അത് ഓട്ടോമാറ്റിക് ആണ്. എപ്പോഴൊക്കെ നമ്മൾ ടാപ്പിൽ യൂസ് ചെയ്യുന്നോ അതൊരു ഒരു ചെറിയ ടാങ്ക് ഉണ്ട്, അതിൻ്റെ അകത്തോട്ട് ഫില്ല് ചെയ്തിട്ട് നമ്മള് വാട്ടർ അടിക്കൊന്നും വേണ്ട. നമ്മുടെ നാട്ടിലത്തെ പരിപാടിയില്ല. അയ്യോ വെള്ളം തീർന്ന് വാട്ടർ അടിക്കും. അയ്യോ കറണ്ട് ഇല്ല, വാട്ടർ അടിക്കും. അയ്യോ ഇഷ്ടംപോലെ സ്ഥലം കേട്ടോ. എവിടെ നോക്കിയാലും നല്ല വ്യൂ ആണ്. ഇവിടുന്ന് ഫ്രണ്ടിലാണേലും
ബാക്കിലാണെല്ലാം നല്ല വ്യൂ ആണ്. ആ പറഞ്ഞു. ഇഷ്ടംപോലെ ഉണ്ട്, വലിയൊരു ഗാർഡൻ. ആൾക്കാരെ വേണമെങ്കിൽ നമുക്ക് ആളെ ടിക്കറ്റ് ഒക്കെ വെച്ചിട്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട് ഇവിടെ. കാരണം ഒരുപാട് സ്പേസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഫൺ ആക്ടിവിറ്റീസും ഒക്കെ മിക്സ് ചെയ്ത് അല്ലേ. പിള്ളേർ വലുതാകുമ്പോഴത്തേന് അതെ, കുറച്ച് പാർക്കിന്റെ സാധനങ്ങളൊക്കെ വെക്കാം, പിള്ളേർക്ക് സ്ലൈഡ് ചെയ്യാനുള്ള കാര്യങ്ങളും അതൊക്കെ ബാക്കി. ഉള്ളിലോട്ടുള്ള വീടുകളിലൊക്കെ നമ്മൾ കാണുന്നതുണ്ട്. കാരണം കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ വേറെ അടുത്തുള്ള വീടുകളിൽ പാർക്കിലൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. എല്ലാം ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ സ്ലൈഡും എല്ലാം വെച്ച് സെറ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതേപോലെ പുല്ല് വെട്ടണം വേണം. നല്ല പണിയുണ്ട്. ഇതൊക്കെ ഒരു എന്താ പറയണ ഒരു സ്പോർട്സ് സ്പിരിറ്റിൽ എടുക്കണം. ഇച്ചിരി കൂടി പുല്ലൊന്നും അല്ല, ഇങ്ങനെ കിടക്കുവാണ്. കിലോമീറ്റേഴ്സ്. ഇതിപ്പോ മൊത്തം കൂടെ എത്ര ഉണ്ട് ഹരി? എത്ര സെന്റ് ഉണ്ട് ഇത് മൊത്തം? ഒരു ഏക്കർ ഉണ്ടോ? 1 ഏക്കറില്ല. ഇത് ടോട്ടലി വീട് ഇരിക്കുന്നത് കൂടെ കൂട്ടി 56 സെന്റാണ്. ഈ കാണുന്നതാണ് നമ്മുടെ അതിര്. അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും ഈ അതിരുണ്ട്. ഈ അതിരുണ്ട്, പിന്നെ ആ സൈഡിൽ അതിരുണ്ട്. ടോട്ടലി 56 സെന്റാണ്. നമ്മുടെ ബാക്കിലും ഇതേപോലെ തന്നെ മരങ്ങൾ വെച്ചാണ് അതിര് തിരിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞിട്ട് ഈ 56 സെന്റ് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞ ഒരു ചലഞ്ചിങ് ഈ പുല്ല് വെട്ടുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ടാസ്ക്. അത് നമ്മുടെ നാട്ടിലെ കണക്ക് നമുക്ക് ചുമ്മാ കളയാൻ പറ്റത്തില്ല. അതൊരു അപ്പൊ ഇത് ഇപ്പൊ അടുത്തുള്ള നെയ്ബേഴ്സ് ഒക്കെ മലയാളികൾ ആരെങ്കിലും ഉണ്ടോ അതോ? ഇല്ല, ഞങ്ങളുടെ അടുത്ത 2 എന്താ പറയുക ബാച്ചിലർ ആയിട്ടുള്ള 2 അപ്പൂപ്പന്മാരാണ്, എൽഡർലി. പക്ഷെ അവര് അത്യാവശ്യം നല്ല കമ്പനിയാണ്. നമ്മുടെ അടുക്കൽ എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് ചെല്ലുകയും ചെയ്യാം, നമ്മുടെ അടുക്കൽ വന്ന് സംസാരിക്കാനും അങ്ങനെ വേറെ ഒന്നുമില്ല. അവർ ഹാപ്പിയാണ്. നമ്മൾ ഇവിടെ താമസിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഉപദ്രവമൊന്നും നമ്മൾ അവർ ചെയ്യുന്നുമില്ല. പിന്നെ ഇതേപോലെ വൺസ് ഇൻ എ വൈലാണ് നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുന്നത്. അപ്പൊ ഇച്ചിരി ബഹളം വെച്ചിട്ട് ഇത്രയും സ്ഥലത്തിനകത്തായതുകൊണ്ട് ഇവിടെ അവർ കേൾക്കത്ത് പോലും ഇവിടെ സൗണ്ട് വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഞാൻ കേട്ടിടത്തോളം ഉള്ള ഏരിയയിലോട്ട് താമസിക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാർ നമ്മളുമായിട്ട് കുറച്ചും കൂടെ അറ്റാച്ച്ഡ് ആണ് അല്ലേ. നമ്മൾ അല്ലാത്ത സ്ഥലങ്ങളിൽ താമസിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നമ്മളോട് കുറച്ചും കൂടെ ഒരു ഇപ്പൊ നമ്മുടെ ലോക്കൽ കമ്മ്യൂണിറ്റി നമ്മളിപ്പോ നാട്ടിലുള്ള പോലെ നമുക്കിപ്പോ നമ്മുടെ സിറ്റിയിലെ ചായക്കടയിൽ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന പറയുന്ന പോലെ തന്നെ ഇവർക്ക് ഐറിഷുകാർക്ക് ലോക്കൽ കമ്മ്യൂണിറ്റിയിൽ വരുമ്പം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരുടെയും കാര്യങ്ങൾ അറിയായിരിക്കും. അപ്പം അതിൻ്റെ അകത്ത് ഇപ്പം ഞങ്ങളിവിടെ വീട് വാങ്ങിച്ചു എന്നുള്ളത് ഇപ്പം ചിലപ്പം അവർ ചിലപ്പം ചായക്കടയിലിരുന്ന് നമ്മുടെ നാട്ടിൽ ചായക്കടയിലിരുന്ന് സംസാരിക്കുന്ന പോലെ ഇവിടെയൊക്കെ ആളുകൾ പബ്ബിലിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഞങ്ങളുടെ വർക്ക് ഫ്രണ്ട്സ് തന്നെ ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇവിടെ വാങ്ങിച്ച കാര്യം നമ്മുടെ പരിസരത്തുള്ളവർക്കൊക്കെ അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലതാണ്. കാരണം എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാലും നമുക്കൊരു ഇത് വരുന്നുണ്ട്. കാരണം ദൂരെ നമ്മുടെ ആൾക്കാർ ഫ്രണ്ട്സ് വരുന്നതും അടുത്തുള്ളവർ നമ്മൾ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഒരു ഇതുണ്ടല്ലോ. ഇതാണ് പിന്നെ സീനറി. ഇവിടെയാണ് മെയിനായിട്ട് സൺസെറ്റ് നമുക്ക് കാണാൻ പറ്റുക എന്നാണ്. ഇതാണ് ഇത് മോണിഗോൾ എന്നാണ് സ്ഥലത്തിന്റെ എക്സാക്ട് നെയിം. നമുക്കപ്പോൾ ടൗണിലോട്ട് അതായത് സാധനമൊക്കെ മേടിക്കാൻ പോകണമെങ്കിൽ എത്ര ദൂരം ഉണ്ട്? ഇവിടെ 2 ടൗണാണ് മെയിനായിട്ട് നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ളത്. അതിൽ ഏറ്റവും നിയറസ്റ്റ് റോസ്ക്രിയ എന്ന് പറയുന്ന ഒരു ടൗണാണ്. റോസ്ക്രിയയിലോട്ട് പോകാനായിട്ട് 7 മിനിറ്റ്സ് ആണല്ലോ. പിന്നെ നീനയാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലം. ഞങ്ങൾക്കൊരു 20 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് ഇവിടുന്ന്. അത് മോട്ടോറിലോട്ട് കയറാനായിട്ട് അബൌട്ട് 5 to 6 മിനിറ്റ്സ് ആണ്. 20 മിനിറ്റ്സ് ഒന്നും അത്ര ഫാറവേ അല്ല, പോയി വരാവുന്നേ ഉള്ളൂ. ആദ്യത്തെ ഒരു 1 വീക്ക് നമുക്കൊരു കുറച്ച് ദൂരമായിട്ട് തോന്നും. പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓക്കെ ആക്കാം. അപ്പം ഇതാണ് നമ്മുടെ ഹരിയുടെ വീട്ടിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പം വീട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരും ഇതേപോലെ എന്താ പറയുക സ്വസ്ഥ ശാന്തസുന്ദരമായ സ്ഥലങ്ങളിൽ പോയി താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ സോളാർ പാനൽ വെക്കുന്നതിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരും അതുപോലെ ഒരു പെറ്റ് ഡോഗിനെ വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുമുള്ള ഇൻഫോർമേഷൻ ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ.